എല്ലാവർക്കും നമസ്കാരം. ചെക്കീസ് ടെയിലറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് നൈറ്റി തുണികളൊക്കെ കാണിച്ചു തന്നില്ലേ? അതിൽ 3 നൈറ്റി തുണി ഒരാളെടുത്തതാന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഇത് 3 എണ്ണമാണ്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ടോപ്പാണെന്നാണ്. പക്ഷേ എനിക്ക് മാറിപ്പോയി. ഇത് ഫ്രോക്ക് നൈറ്റിയാണ്. അത് കഴിഞ്ഞ് ഞാൻ അവരുടെ കോൺവെർസേഷൻ എടുത്ത് നോക്കുമ്പോഴാണ് ഫ്രോക്ക് നൈറ്റിക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മാറിപ്പോയി. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് നോക്കാം. ഫ്രോക്ക് നൈറ്റിക്ക് ഇത് പീറ്റർ പാൻ കോളറിനാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ഓരോ കോളറും ഓരോ പാറ്റേണും എനിക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഞാൻ വെട്ടി വയ്ക്കും. ഇത് ഇച്ചിരി വലുതും ഇത് ചെറുതുമാണ്. ഇങ്ങനെ ഈ വീതിയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാനും സെയിമാണ്, ഇതിൻ്റെ അകലങ്ങളും എല്ലാനും. അപ്പോൾ ഈ വീതി ഞാൻ ഇച്ചിരി കുറച്ചെടുത്തതാണിത്. ഇത് ഇത്തിരി വലുതാണ്. അപ്പം അങ്ങനെ ഞാൻ കുറേ പാറ്റേണുകൾ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പാറ്റേൺ വെച്ചിട്ട് ഇതിൽ കോളർ വയ്ക്കാം. അപ്പോൾ ഇത് ഫ്രോക്ക് നൈറ്റിക്കാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇതിനകത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കോളറിന് വെക്കാനായിട്ട് ഈ നെറ്റാണ് ഞാൻ വയ്ക്കുന്ന. നെറ്റിന് ഈ ഹക്കോബയുടെ ഒരു നെറ്റിൻ്റെ പീസ് ചെയ്തത് ഒരു ബ്ലൗസ് തയ്ച്ചിട്ടൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഉള്ളൂ. ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ കിട്ടണതൊന്നും ഞാൻ കളയൂല. എവിടെയെങ്കിലും എന്തിനെങ്കിലൊക്കെ നമുക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എടുത്ത് വെക്കും. പിന്നെ അതിന് ഞാൻ ലൈനിങ് ആണ് വെക്കുന്നത്, ക്യാൻവാസ് അല്ല വെക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നൈസായത് കാരണം നമുക്ക് ലൈനിങ്ങും കൂടി വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസും കൂടി ആകുമ്പോഴത്തേക്കും ഒത്തിരി കട്ടിയായി പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതിൽ നിന്ന് 4 പീസ് കിട്ടണം. അപ്പോൾ ചെറിയ ചെറിയ പീസുകളായത് കാരണം നമുക്ക് ഇത്രയും വലുത് വെച്ചിട്ടുണ്ടെങ്കിൽ തികയൂല. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. അവിടെ ഇവിടെ ഇച്ചിരിയൊക്കെ കുറവൊക്കെ വരും. അപ്പം ഞാൻ ഈ ചെറുത് വെച്ചിട്ടാണ് വെട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. എന്തൊക്കെ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ ഇത്രയും ഇവിടെ നിന്ന് ഇത് കിട്ടും. പിന്നെ 2 ഭാഗം ഇവിടെ നിന്ന് കിട്ടുമായിരിക്കും. അപ്പോൾ താഴെ പീസിൽ തികയുമെന്നൊക്കെ നോക്കണം. കണ്ടോ, ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് ചരിച്ചൊക്കെ വെച്ചെടുക്കണം. ചരിച്ച് വയ്ക്കുമ്പോൾ കണ്ടോ ഇതിങ്ങനെ. അപ്പോൾ ക്രോസ് പീസായി പോകുന്നൊന്നും പേടിക്കണ്ട. അത് ഇങ്ങനെ നമുക്ക് എടുക്കാം. പിന്നെ ഒരു ഭാഗം ഇവിടെ നിന്ന് എടുക്കാം. ഇത്രയും പോയി കഴിഞ്ഞ് പിന്നെ ഇവിടെ കയറ്റി വയ്ക്കണം. ഇത് പോയി കഴിയുമ്പോൾ ഇവിടെ നിന്ന് കിട്ടും. കണ്ടോ? അപ്പം നമുക്ക് ഇവിടെ നിന്നും ഒരു പീസ് എടുക്കാം. അപ്പോൾ എന്തോരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു വെട്ട് കഷ്ണത്തിൽ നിന്ന് നമ്മളൊരു കോളറൊക്കെ എടുക്കണേന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് വലുതിൽ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ വലുതിൽ നമുക്ക് കിട്ടൂല. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ഇതും 6 പീസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസമേ സാരി ബ്ലൗസിൻ്റെ ബെൽറ്റ് കണ്ടില്ലേ? അത് 6 പീസായിരുന്നു. അതുപോലെ തന്നെ ഇത് 6 പീസുണ്ട്. സെയിം മെത്തേഡിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് 3 പീസ് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സാരി ബ്ലൗസിൻ്റെ കണ്ടവർക്ക് അറിയാം. ആദ്യം തന്നെ നമ്മൾ ലൈനിങ് തുണി ഇടുന്നു, പിന്നെ ഒരു നല്ല മെറ്റീരിയൽ ഇടുന്നു, വീണ്ടും ഒരു നല്ല മെറ്റീരിയൽ ഇടുന്നു. അതെന്ന് വെച്ചാൽ ഇതാണ് ഈ മുകളിലിരിക്കുന്നതാണ് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ 2 സൈഡും ഒരു ലൈനിങ് തുണി, ഒരു നല്ല മെറ്റീരിയൽ, വീണ്ടും ഒരു നല്ല മെറ്റീരിയൽ. വളഞ്ഞ ഭാഗമൊക്കെ അല്ലേ? അതെ. അപ്പോൾ നമുക്കിനി ഏതിലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഇതിലേ സ്റ്റിച്ച് ചെയ്ത് ഇതിങ്ങനെ വളച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. ഇവിടെ സ്റ്റിച്ച് ചെയ്യൂല. ഇതിൻ്റെ ഈ പുറത്ത് കാണുന്ന ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയും സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കാം.
ഇത് നമുക്കിങ്ങനെ മറിച്ചിട്ട് ഇതിൻ്റെ ഇപ്പുറവശവും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരെണ്ണം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ലോണം ഒന്ന് ഇങ്ങനെയൊന്ന് ആക്കി പിടിക്കണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഇതിൻ്റെ അളവ് പറഞ്ഞിട്ടില്ല. ഇനിയാണ് ഞാൻ ഈ പാറ്റേൺ വെട്ടി വെച്ചതിൻ്റെ അളവും നമുക്ക് നമ്മളുടെ നൈറ്റിയിലേക്ക് എത്ര അളവിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നതെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നമുക്ക് വലുതിൻ്റെ വീതി എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 4 ഇഞ്ച് ഇവിടെയും 4 ഇഞ്ച് ഇതിൻ്റെ ഉള്ളിലും സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് നമുക്കിത് 2 ഇഞ്ചിൽ മെറ്റീരിയലോട് ചേർത്ത് നമ്മൾ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ 2 ഇഞ്ചിൽ ഇത് കിട്ടും. പിന്നെ ഇതിൻ്റെ ഈ എൻഡ് തുടങ്ങി ഇവിടം വരെ ഒരു 7 ഇഞ്ച് അത് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു ഓവൽ വി പോലത്തെ ഒരു ഷേപ്പാണ്. അതിന് നമ്മൾ നോർമൽ എടുക്കുന്ന 6 ഇഞ്ച് കഴുത്തിറക്കത്തിനേക്കാളും കൂടുതൽ ഇറക്കം വെക്കണം, എന്നാലാണത് കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഈ ഭാഗമാണെങ്കിൽ ഒരു 10 ഇഞ്ചുണ്ട്, 10 ഇഞ്ചിൻ്റെ ഇറക്കമുണ്ട്. ഇവിടുത്തെ വീതി എന്ന് പറയുന്നത് 3.25 ഇഞ്ചുണ്ട്. അപ്പോൾ ഇവിടത്തേനേലും ഈ മുകൾ ഭാഗത്തേനേലും താഴെ ഭാഗം കൂടുതൽ വീതിക്കിരിക്കണം. ഇത് കാണുന്നുണ്ടോ? വൈറ്റിൽ കിടന്നിട്ട് കാണുന്നില്ലെന്ന് തോന്നണം. കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു 3.25 ഇവിടെ 2.5 വീതി വന്നിരിക്കുന്നത്. ഇവിടം തുടങ്ങി ഇവിടം വരെ ഇത് എത്രയാണ് പറഞ്ഞ 7 ഇഞ്ചും ഇതൊരു 10 ഇഞ്ചും. ഇനി ഇതിൽ വരുമ്പോൾ ഇത് 2 ഇഞ്ച്. അപ്പോൾ അപ്പുറം ഇപ്പുറം 4 ഇഞ്ച് വീതം അതും പോകും കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ 2 ഇഞ്ച്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിൻ്റെ എൻഡുകൾ ഇങ്ങനെ സ്ക്വയറായിട്ട് തന്നെ ഇരിക്കണത്. ഇത് റൗണ്ടാണ്. നമുക്ക് ചെറിയ ഫ്രോക്കിനൊക്കെ, കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ ഇത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇറക്കം എന്ന് പറയണത് അത് സെയിം തന്നെയാണ്, 7 ഇഞ്ചാണ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഇറക്കം വരുന്നത്. ഇത് തമ്മിൽ ഈ വളഞ്ഞിരിക്കണ ഭാഗത്ത്, അതായത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം, ഇത് ഒരു 8.5 9 ഇഞ്ച്, 8.5 9ൻ്റെ ഇടയ്ക്ക് ഒരു 8.25 ഇഞ്ച് ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തെ ഇറക്കം വലിയ കാര്യമൊന്നുമല്ല, ഈ ഭാഗത്തെ ഇറക്കമാണ് കാര്യമായിട്ട് എടുക്കുന്നത്. പിന്നെ ഇതിപ്പോൾ 7 ഇഞ്ചിൽ ഞാൻ എടുത്തു, രണ്ടും 7 ഇഞ്ചിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ കുട്ടികളുടെ ആവുമ്പോൾ നമ്മൾ അത് വെച്ചിട്ട് കുട്ടികളുടെ കഴുത്തിൻ്റെ ഇറക്കം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് വെച്ച് വെട്ടാവുന്നതാണ്. ഇതിപ്പോൾ എനിക്ക് എൻ്റെ പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ വെട്ടി വെക്കണതാണ്. മിക്ക നൈറ്റുകളുടെയും മിക്ക ഇതും ഇപ്പോൾ റെഡിമെയ്ഡ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാനതപ്പോൾ തന്നെ ക്യാൻവാസിൽ വെട്ടി വെക്കും. അപ്പോൾ എനിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ മറന്നു പോകും. ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഞാൻ നോക്കണം, അയ്യോ അന്ന് കണ്ട കഴുത്ത് എന്തായിരുന്നു അതൊക്കെ മറന്നു. അപ്പം മറക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ വെട്ടി കൊടന്ന് വയ്ക്കും. അപ്പോൾ ഒരു അളവ്, ഏകദേശം ഒരു അളവൊക്കെ എടുത്തിട്ട് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എളുപ്പമുണ്ട്. അപ്പോൾ അതേ ഈ 2 പീസും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നല്ല മെറ്റീരിയലായിട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇത് ഇതേ 2ആക്കി മടക്കിയിട്ട് ഫ്രണ്ട് പീസാണ്. ഇതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ 3.5 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം വേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു 3 കഴിഞ്ഞിട്ട് ഒരു 3.25 മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുമ്പോൾ ഞാനൊരു 6 ഇഞ്ചിലും മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കട്ട് ചെയ്യാം. കണ്ടോ, കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. അപ്പോൾ ഈ പാറ്റേൺ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങളാണെന്ന് നോക്കി. നമ്മളൊരു 2 അറ്റത്തും ജസ്റ്റ് ഒന്ന് വരച്ചു. പിന്നെ ഈ പാറ്റേണിൻ്റെ അളവിലാണ് നമ്മൾ ഈ സംഭവം, ഈ കോളർ ചെയ്ത് വെച്ചിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ വെറുതെ കൈ വെച്ച് വരയ്ക്കണേക്കാളും ഭേദം ഇത് വെച്ച് വരയ്ക്കണമായിരിക്കും, ഫിനിഷിങ് ഉണ്ടാവും. ഇത് കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാൻ പറ്റി. നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് വെച്ച് കൊടുത്താൽ മതി. ഇത് കണ്ടോ, നെക്ക് കട്ട് ചെയ്തു. ഇനി നമ്മൾ ഈ കോളർ വെക്കണത് എവിടെയാണെന്ന് നോക്കിയാൽ ഉൾഭാഗത്താണ് വെക്കുന്നത്. കണ്ടോ, അത് ഇങ്ങനെ ഉൾഭാഗത്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യാണ്. അതിൻ്റെ ഒപ്പം തന്നെ അത് സ്റ്റിച്ച് ചെയ്ത് തീരുമ്പോഴേക്കും ഇതും ഇതിൻ്റെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല വശത്തേക്ക് ഇതൊന്ന് മറിച്ച് വെച്ച് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് നമുക്കൊന്ന് അയൺ ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അയൺ ചെയ്യണമൊന്നുമില്ല. പിന്നെ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്ത് പതിച്ച് വെക്കൂല, ഇതിങ്ങനെ ഉരുണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുള്ളൂ. നമുക്കിനി ഇതിവിടെ ഇതിൻ്റെ മീതെ കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കാം. കണ്ടോ, ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെ വന്നതെന്ന് നോക്കൂ. ഞാൻ വെള്ള ബോർഡറിലിട്ടിട്ട് കാണുന്നില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടതാണ്. കണ്ടോ, നല്ല ഭംഗിക്ക് വന്നിട്ടില്ലേ. ഇത് വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത്രയും കൂടി ഉണ്ടാകുന്നേ ഉള്ളൂ, കുറച്ചും കൂടി ഇങ്ങനെ വലുതായിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ ഈ കോളറൊക്കെ വെക്കുമ്പോൾ ഇത് കണ്ടത് എൻ്റെ തയ്യൽ തുമ്പൊക്കെ ഇങ്ങനെയാണ്, ഇതിൻ്റെ ഉള്ളിലേ കൂടിയാണ് വന്നേക്കുന്നത്. പിന്നെ ഇത് പൊങ്ങി പോകുമൊന്നുമില്ല, നമുക്കത് കാണാനൊന്നും പറ്റുമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്കിവിടെ 2 ബട്ടൺ ഇവിടെയോ ഒക്കെ ബട്ടനൊക്കെ വെച്ച് ഇതൊന്ന് സെക്യൂറാക്കി കൊടുക്കാം. നമുക്കിതിൻ്റെ മുഴുവൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കോളറൊക്കെ വയ്ക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് കണ്ടോ. നമ്മൾ ഈ വെള്ളയിലിട്ടിട്ട് കാണുന്നില്ല, അപ്പോൾ ഞാൻ ഇതൊന്ന് മറിച്ച് ഇതിൻ്റെ മുകളിൽ കൂടി വെച്ചതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ തയ്യൽ തുമ്പൊക്കെ വന്നേക്കണേ എങ്ങനെയാണെന്ന്. അപ്പോൾ അത് ഇതിങ്ങനെ മറിഞ്ഞു പോയി അങ്ങനെ കാണുമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്കിവിടെ ഒരു ബട്ടനൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ഭംഗി അവിടെ ഒരു 2 ചെറിയ ബട്ടനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയാവേ ഉള്ളൂ. അതിൻ്റെ ബാക്കി നമുക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒരു ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ കാണാം. പീറ്റർ പാൻ കോളർ വെച്ച് നൈറ്റി തയ്ച്ച് തീർന്നപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഫ്രോക്ക് നൈറ്റിയാണ്, സ്ലീവ് പഫൊന്നും വെച്ചിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കുക. താങ്ക് യു.